ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ചില്ലി ഗോപിയും കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പുലാവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിന് ചില്ലി ഗോപിക്ക് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. ഇവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, ഇതുപോലെ വലുതായി അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു സവാള, ഒരു ക്യാപ്സിക്കം, 4 പച്ചമുളക്. അതിന് ചില്ലി ഗോപിക്ക് ആവശ്യമായ ഫ്ലവർ നമുക്ക് വറുത്തെടുക്കാം. അത് തന്നെ പാകത്തിന് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കോൺഫ്ലവർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യമായത് സോയാ സോസ് എടുത്തിട്ടുണ്ട്, റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി സോസും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട്. അതിനൊരു കടായി എടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടാൻ ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടാൻ ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചില്ലായിരുന്നു സവാളവും ക്യാപ്സിക്കവും ഒക്കെ വലുതായിട്ട്, അത് സെപ്പറേറ്റ് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ലൈറ്റായിട്ടൊന്ന് കളറ് മാറുന്നോടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്ത നമുക്ക് കോളിഫ്ലവർ വറുത്തെടുക്കാം. ഒരു കടായി വയ്ക്കുക, അതിലോട്ട് എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം വറുത്തെടുക്കുക. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഡീപ്പ് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം മറ്റൊരു കടായി വയ്ക്കുക. കടായിൽ ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്യുക. ആ ഓയിലൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. സവാളയുടെ ലൈറ്റ് കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്യുക, അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോടം വരെ. അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. 4 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നോടം വരെ നല്ലോണം ഫ്രൈ ചെയ്യുക. സവാള ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഉപ്പ് ഇപ്പം ആഡ് ചെയ്യേണ്ട, നമ്മുടെ സോയാ സോസിന് ഉപ്പ് ഓൾറെഡി ഉണ്ട്. അത് നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്താൽ മതി. അതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ആദ്യം വഴറ്റി വെച്ചിരുന്ന സവാളയും ക്യാപ്സിക്കവും ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കോളിഫ്ലവറും കൂടെ
ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓൾറെഡി സോസിന് എരിവുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യണമെന്നില്ല, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് കുറച്ചായിട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതൊന്ന് മിക്സാക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചില്ലി ഗോബിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ആഡ് ചെയ്യുന്നത് ഗ്രേവിക്ക് ലേശം കട്ടി കിട്ടാനായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കറി തിക്കാവും. ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കാം. വെജ് പുലാവ് ഉണ്ടാക്കാം. അത് തന്നെ ബസ്മതി റൈസ് നല്ലോണം കഴുകി ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എടുത്തിട്ടുള്ള ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ഒരെണ്ണം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പച്ചക്കറി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് വെജിറ്റബിൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തതായി ഒരു സവാള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കൊറിയാണ്ടർ ലീഫ്, മല്ലിയില, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സ്പൈസസ് ആണ് എടുത്തിട്ടുള്ളത്. ജീരകം, കുരുമുളക്, കറുവാപ്പട്ട, ഗ്രാമ്പു, കറുവാപ്പട്ട ഇല, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ പുലാവ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ വയ്ക്കുക. ഗ്യാസ് ഓൺ ആക്കിയ ശേഷം കുക്കർ ഒന്ന് ചൂടായതിന് ശേഷം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സ്പൈസസ് എടുത്ത് വെച്ചില്ലായിരുന്നോ, അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും പച്ചമുളകും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് സവാളയുടെ കളർ മാറുന്നോടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ പച്ചക്കറിയും കൂടെ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചപ്പട്ടാണിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ബസ്മതി റൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ഗ്ലാസ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളം ആഡ് ചെയ്തിരിക്കുന്നത് ഇത് മുങ്ങാനുള്ള വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ഇതിന് ലേശം പൊടിക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഉപ്പ് കറക്റ്റായിരിക്കും. അങ്ങനെ നോക്കി പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യെല്ലോ കളർ പുലാവാണ് ഇഷ്ടമെങ്കിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. അത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വയ്ക്കാം. 1 വിസിലാണ് എടുക്കേണ്ടത്. നമ്മുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനിത് ഓപ്പൺ ചെയ്ത് നോക്കാം വെന്തോന്ന്. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഒറ്റയായിട്ട് വന്നിട്ടുണ്ട്, നല്ലോണം വെന്ത്. അടുത്തായി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.